ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം, അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 11 മുതൽ. സർവ്വസഭയ്ക്കും ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയമുണ്ടായി. അപ്പോസ്തലന്മാരുടെ കൈയാൽ ജനത്തിൻ്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവർ എല്ലാവരും ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. മറ്റുള്ളവരിൽ ആരും അവരോട് ചേരുവാൻ തുനിഞ്ഞില്ല. ജനമോ അവരെ പുകഴ്ത്തിപ്പോന്നു. മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് ചേർന്നു വന്നു. രോഗികളെ പുറത്തു കൊണ്ടുവന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെയും മേൽ വീഴേണ്ടതിന് വീഥികളിൽ വിരിപ്പിന്മേലും കിടക്കമേലും കിടത്തും. അതുകൂടാതെ യെരുശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാരം വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവരെല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും. പിന്നെ മഹാപുരോഹിതനും സദൂക്യരുടെ മതക്കാരായ അവൻ്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി. രാത്രിയിലോ കർത്താവിൻ്റെ ദൂതൻ കാരാഗ്രഹവാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. 5-ാം അധ്യായത്തിൽ ഒരു അത്ഭുതം നടന്നതാണ് നാം ആദ്യം വായിച്ചത്. സാധാരണഗതിയിൽ അത്ഭുതം നടന്നു എന്ന് പറയുമ്പോൾ അത് ആളുകൾക്ക് ഇഷ്ടമുള്ള എക്സൈറ്റ്മെൻ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നാണ് പൊതുവെയുള്ള ധാരണ. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായത്തിൽ നടന്ന അത്ഭുതം ആർക്കും സന്തോഷമോ എക്സൈറ്റ്മെൻറ്റോ ഉണ്ടാക്കുന്നതായിരുന്നില്ല. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കാൻ ശ്രമിച്ച ഭാര്യയും ഭർത്താവും മരിച്ചു വീണതാണ് ആ അത്ഭുതം. ആ കാര്യം പത്രോസിനോട് ആരും പറഞ്ഞില്ല. പരിശുദ്ധാത്മാവ് തനിക്ക് വെളിപ്പെടുത്തി കൊടുത്തതാണ്. ഈ 2 പേരുടെയും ശവസംസ്കാരം കഴിഞ്ഞു. അതേ തുടർന്ന് ഉണ്ടായത് സഭയിലുള്ള എല്ലാവർക്കും കേട്ടവർക്കും മഹാഭയം ഉണ്ടായി. ഇതുവരെ ആളുകളെ ഭയപ്പെടുത്തത്തക്ക നിലയിലുള്ള കാര്യങ്ങളൊന്നും സഭയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ മരണം അതിനൊരു മാറ്റമുണ്ടാക്കി. സഭയിലുള്ളവർക്ക് ഭയമായി. കാരണം പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചാൽ അത് അപകടമാണ് എന്നവർക്ക് മനസ്സിലായി. രണ്ടാമത്തെ കാര്യം, സഭയ്ക്ക് പുറത്തുള്ള ആളുകൾ ഈ സംഭവത്തെക്കുറിച്ച് കേട്ടു. അവർക്കും മഹാഭയം ഉണ്ടായി. മാത്രമല്ല, ഇതേ തുടർന്ന് അപ്പോസ്തലന്മാരുടെ കൈയാൽ ജനത്തിൻ്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു എന്ന് നാം വായിക്കുന്നു. പക്ഷേ ഇവിടെയൊന്നും നമ്മൾ രോഗശാന്തിയെക്കുറിച്ച് വായിക്കുന്നില്ല. അത് വരുന്നതേ ഉള്ളൂ. അത് 15-ാം വാക്യത്തിലാണ് നാം കാണുന്നത്. അപ്പോൾ രോഗസൗഖ്യമല്ലാതെ തന്നെ പല അത്ഭുതങ്ങളും നടന്നിരുന്നു. ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും അത്ഭുതങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ രോഗശാന്തിയുടെ കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്നാൽ 1-ാം നൂറ്റാണ്ടിൽ അങ്ങനെയല്ല. വീര്യപ്രവർത്തികൾ നടന്നത് എല്ലാം രോഗസൗഖ്യമായിരുന്നില്ല. നാം ഇവിടെ കണ്ടതുപോലെ ചിലരുടെ മരണത്തിനും അത് കാരണമായി. എന്തായാലും അപ്പോസ്തലന്മാർ ഈ സമയത്ത് ഏക മനസ്സോടെ ശലോമോൻ്റെ മണ്ഡപത്തിനരികെ കൂടി വരിക പതിവായിരുന്നു. എന്ന് വെച്ചാൽ അവരൊരു പബ്ലിക് സ്ഥലത്താണ് കൂടി വന്നിരുന്നത്. ആർക്കും അവിടെ ചെല്ലാമായിരുന്നു. എന്നാൽ മറ്റുള്ളവരിൽ ആരും അവരോട് ചേരുവാൻ തുനിഞ്ഞില്ല. ഈ മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ ആരാണെന്ന് മനസ്സിലായോ? സുവിശേഷം വിശ്വസിക്കാത്ത, യേശുവിനെ ക്രിസ്തുവായി അല്ലെങ്കിൽ ദൈവപുത്രനായി അംഗീകരിക്കാത്ത ആരും അവരുടെ സഭയിൽ പോയില്ല, അവരുടെ കൂടെ കൂടിയില്ല. യേശുവിനെ കർത്താവായി ദൈവപുത്രനായി അംഗീകരിച്ചവർ മാത്രമേ അവരുടെ കൂടെ കൂടിയുള്ളൂ. ഈ അത്ഭുതം കൊണ്ടുണ്ടായ ഒരു വലിയ കാര്യം അതാണ്. യേശുവിനെ ദൈവമായി ജീവിതത്തിൻ്റെ കർത്താവായി അംഗീകരിക്കാത്ത ആരും സഭയിലില്ലായിരുന്നു. ഇന്ന്
അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇന്നൊരു സഭയിൽ ചേരുവാൻ ഒരാളുടെ കൺഫെഷൻ മതി, എന്ന് വെച്ചാൽ ഏറ്റുപറച്ചിൽ. ചില കാര്യങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ സഭയുടെ അംഗങ്ങളാകുകയാണ്, അവരെ സ്നാനപ്പെടുത്തുകയാണ്, അവരെ വിശ്വാസികളായി അംഗീകരിക്കുകയാണ്. എന്നാൽ ചിലർക്ക് അത് ഒരു ആത്മാർത്ഥതയുമില്ലാതെ പറയാൻ സാധിക്കും. അങ്ങനെ ആളുകൾ സഭയുടെ അംഗങ്ങളാവും. എന്നാൽ 1-ാം നൂറ്റാണ്ടിൽ ഈ യെരുശലേമിലെ സഭയിൽ അങ്ങനെ ഉണ്ടായില്ല. കാരണം ഇവിടെ വ്യാജം കാണിച്ചാൽ അത് അപകടമാണ് എന്ന് അവർക്ക് മനസ്സിലായി. നമ്മളിത് വായിക്കുമ്പോൾ ഇവിടെ മാത്രമേ ഈ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, അയോഗ്യമായ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി നിങ്ങളിൽ ചിലർ രോഗികളായി, ചിലർ നിദ്ര പ്രാപിച്ചു, എന്ന് വെച്ചാൽ മരിച്ചു. അപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ നടന്ന വീര്യപ്രവൃത്തികളെല്ലാം രോഗശാന്തി മാത്രമായിരുന്നില്ല. ചിലർ രോഗികളാകുന്നതും ഒരു വീര്യപ്രവൃത്തിയായിരുന്നു. മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുന്നതല്ല വീര്യപ്രവൃത്തി, ചിലർ മരിക്കുന്നതും വീര്യപ്രവൃത്തിയായിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം സഭയെ ശുദ്ധീകരിക്കുക എന്നതായിരുന്നു. അവിശ്വാസികളായ, യഥാർത്ഥ വിശ്വാസികളല്ലാത്ത ആളുകൾ സഭയിൽ ചേരാതിരുന്നാൽ ആ സഭ വളരെ അനുഗ്രഹിക്കപ്പെടും, വളരെ നന്നായി ആ സഭ വളരുകയും ചെയ്യും. ഇതായിരുന്നു 1-ാം നൂറ്റാണ്ടിലെ സാഹചര്യം. ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് ഈ കാര്യം നടക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ യഥാർത്ഥ വിശ്വാസികളല്ലാത്ത ആരും സഭയിൽ പോവുകയില്ല. കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ പട്ടണങ്ങളിലൊക്കെ ചർച്ചുകളൊക്കെ അനുവദിച്ചിട്ടുണ്ട്. അത് മറ്റ് ലോകരാഷ്ട്രങ്ങളെയൊക്കെ ബോധിപ്പിക്കുവാൻ വേണ്ടിയാണ്. ഇവിടെ ചർച്ചുണ്ട്, ഇവിടെ മതസ്വാതന്ത്ര്യമുണ്ട് എന്ന് കാണിക്കാൻ. എന്നാൽ ചൈനയുടെ ഉൾപ്രദേശങ്ങളിൽ ഒരിടത്തും ഒരു സഭയോ ഒരു ആത്മീയ കൂടിവരവോ സാധ്യമല്ല. അതുണ്ടെന്നറിഞ്ഞാൽ അധികാരികൾ അവരെ അറസ്റ്റ് ചെയ്യും, അവർ കുഴപ്പത്തിലാവും. ഇനി അഥവാ അങ്ങനെ ആരെങ്കിലും കൂടുന്നുണ്ടെങ്കിൽ അത് വളരെ രഹസ്യമായി ചില വീടുകളിലാണ്. അങ്ങനെ കൂടുന്നിടത്ത് ഒരിക്കലും വിശ്വാസിയല്ലാത്ത ഒരാൾ പോവുകയില്ല. കാരണം ദൈവവിശ്വാസമില്ലാത്ത, യേശുവിൽ വിശ്വസിക്കാത്ത ഒരാൾ എന്തിന് അയാളുടെ ജീവിതത്തെ റിസ്ക് ചെയ്യണം, അപകടം വരുത്തി വയ്ക്കണം? അതുകൊണ്ട് അവർ പോവുകയില്ല. ഇത് തന്നെയാണ് ഇന്ന് പല ഇസ്ലാമിക് രാജ്യങ്ങളിലും നടക്കുന്നത്. അവിടെ ക്രിസ്ത്യാനിയായി ജീവിക്കുക എന്നത് അസാധ്യമായ സാഹചര്യമാണ്. അവിടെയും രഹസ്യമായ ചില ക്രിസ്ത്യാനികളുണ്ട്, വിശ്വാസികളുണ്ട്. അവരുടെ കൂടിവരവിൽ ഒരിക്കലും ഒരു അവിശ്വാസി വരില്ല. കാരണം ഒരു അവിശ്വാസി എന്തിന് തൻ്റെ ജീവിതത്തിന് അപകടം വരുത്തി വയ്ക്കണം? ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഇങ്ങനെ രഹസ്യമായി കൂടുന്ന, അവിശ്വാസികൾ ചേരാൻ മടിക്കുന്ന സഭകൾ അണ്ടർഗ്രൗണ്ടിലാണെങ്കിലും അവ വളരെയധികം വളരുന്നുണ്ട്. ആ സഭകൾക്ക് വളരെ ശക്തിയുണ്ട്. ദൈവം അവയെ ഉപയോഗിക്കുന്നുമുണ്ട്. ദൈവം എന്തുകൊണ്ടാണ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തത്? അതിനൊരു ഉദ്ദേശമേ ഉള്ളൂ. ഈ അപ്പോസ്തലന്മാർ, അവർ എൻ്റെ ദാസന്മാരാണ്, അവർ പറയുന്നത് ദൈവവചനമാണ് എന്ന് ആളുകൾ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. അതായിരുന്നു അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ഉദ്ദേശം. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അവർക്ക് ഉറപ്പിച്ചു കൊടുത്തതുമായ ദൈവവചനം എന്ന് നാം ഇതിൽ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പുതിയ നിയമം ഒരു പുസ്തക രൂപത്തിൽ എഴുതി കിട്ടിയിരുന്ന 1-ാം നൂറ്റാണ്ടിൽ ഇവർ പറയുന്നത് ദൈവവചനമാണ് എന്ന് സ്ഥാപിക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം അടയാളങ്ങളും അത്ഭുതങ്ങളും നൽകി. അനന്യാസും സഫീറയും മരിച്ചത് നിമിത്തം അപ്പോസ്തലന്മാർ ദൈവപുരുഷന്മാരാണ് എന്ന് സഭയിലുള്ളവർക്ക് മാത്രമല്ല ലോകത്തിലുള്ളവർക്കും മനസ്സിലായി. അവർ മൂലമുണ്ടായ രോഗശാന്തി മൂലം ഇവർ ദൈവദാസന്മാരാണെന്ന കാര്യവും ജനത്തിന് മനസ്സിലായി. രോഗം മാറിയ എല്ലാവരും വിശ്വാസികളായതായി നമ്മളവിടെ വായിക്കുന്നില്ല. അതൊരിക്കലും നടക്കില്ലല്ലോ. ഇനി ചില ആളുകൾ രോഗം മാറിയാൽ ഞാൻ സഭയിൽ വരാമെന്ന് പറയും, രോഗം മാറിയാൽ ഞാൻ വിശ്വസിക്കാം, സ്നാനപ്പെടാമെന്ന് പറയും. അങ്ങനെയുള്ളവരെ വിശ്വസിക്കരുത്. മറ്റൊരു കാര്യം, രോഗം മാറുമെന്ന് പറഞ്ഞ് ആരെയും സഭയിൽ കൂട്ടുകയോ സ്നാനപ്പെടുത്തുകയോ ചെയ്യരുത്.
അതും അപകടമാണ്. യേശു ക്രിസ്തു അവർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് മനസ്സിലാക്കി അതിനോടുള്ള പ്രതികരണമായി യേശുവിനെ സേവിക്കുവാൻ തയ്യാറാകുന്നവരാണ് വിശ്വാസികൾ. അവർ മതി സഭയിൽ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.